ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത്. പിന്നെ മുല്ലപ്പൂ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. ഇപ്പം നമുക്ക് മുല്ലപ്പൂ വെച്ച് തരാനൊക്കെ ആളുണ്ടേ. ഞാനും ഏട്ടൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഇന്ന് ക്ഷേത്രത്തിൽ പോയത്. സ്റ്റാർട്ടിങ് തന്നെ ഇതുപോലെ വലിയ സ്റ്റെപ്പുകളുണ്ട്, നമ്മളിങ്ങനെ കയറി പോകണം. നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആറന്മുള ക്ഷേത്രം. പത്തനംതിട്ടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീകൃഷ്ണനാണ് വിഗ്രഹം. അപ്പോൾ കൃഷ്ണന് ചാർത്താൻ വേണ്ടിയിട്ടുള്ള തുളസിമാല, താമരപ്പൂ തുടങ്ങിയിട്ടുള്ള വഴിപാടിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോയി. പിന്നെ അത്തം പ്രമാണിച്ച് ഒരുപാട് വിശേഷ പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അലങ്കാര പണികളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണാം. പിന്നെ ഒത്തിരി കല്യാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ വിഗ്രഹം, കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള ഒരു അമ്പലം കൂടിയാണ് ആറന്മുള ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ആറന്മുള വള്ളംകളി, ആറന്മുള സദ്യ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് അതൊക്കെ കാണാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു, നമ്മളിവിടെ അടുത്തായതുകൊണ്ട് തന്നെ. പിന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വലിയൊരു പുഴയുണ്ട്. അതിങ്ങനെ ഒരു പുഴക്കടവ് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആളുകൾ അവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട്. നമുക്കവിടെ ചെന്നാൽ തന്നെ കുറേ നേരം അവിടെ ഇരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കിട്ടും. നല്ലൊരു വൈബാണ് നമുക്കവിടെ. പിന്നെ ആറന്മുള കണ്ണാടി ഒരുപാട് ആറന്മുള കണ്ണാടി ഷോപ്പുകൾ അടുത്തടുത്തുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു.